Hi, welcome to Lash Class. BA ഫസ്റ്റ് സെമിസ്റ്റർ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ലിറ്ററേച്ചേഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിൽ കാണുന്നത് നമുക്ക് 3 സെക്ഷനിലായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആദ്യത്തെ സെക്ഷനിൽ നമുക്കൊരു അൺഫെമിലിയർ പാസേജ് ആണ്. നമുക്ക് 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ പരിചയമുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ടെക്സ്റ്റിന് പുറമേയുള്ള ഒരു പാസേജ് വന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഫസ്റ്റത്തെ സെക്ഷനിൽ വരുന്നത്. കഴിഞ്ഞ എക്സാമിൽ നമുക്ക് ഒരു പോയമാണ് തന്നിട്ടുണ്ടായിരുന്നത്. ആ പോയത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി വരുന്ന എക്സാംസിന് നമുക്ക് പോയം തന്നെയാണ് നിർബന്ധമില്ല. ഒന്നുകിൽ ഒരു പാരഗ്രാഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പോയം ആയിരിക്കാം. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നു. 10 ചോദ്യങ്ങളാണ് നമുക്കിവിടെ 2 മാർക്കിൻ്റെതായിട്ട് വരുന്നത്. 16 മാർക്കാണ് സീലിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് 8 ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ 16 മാർക്ക് ലഭിക്കും. പക്ഷെ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസിലൊക്കെ 1 മാർക്ക്, അര മാർക്കൊക്കെ മിസ്സാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സീലിംഗിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നില്ല, കാരണം അടുത്ത എക്സാമിന് എന്തായാലും വേറെ പാസേജ് ആണ് വരിക. അപ്പോൾ നമ്മൾ സാധാരണ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലേക്ക് ചെയ്യാറുള്ളത് പോലെ തന്നെ ആ പാസേജ് വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യുക എന്ന രീതിയിലാണ് ഫസ്റ്റത്തെ സെക്ഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്ത സെക്ഷനിൽ നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് 6 മാർക്കിന്റെ 5 ചോദ്യങ്ങളാണ് വരുന്നത്. 24 മാർക്കാണ് സീലിംഗ്. അപ്പോൾ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ഫുൾ മാർക്ക് വാങ്ങിയാൽ തന്നെ 24 മാർക്കാവും. സ്വാഭാവികമായിട്ടും ചില ക്വസ്റ്റ്യൻസിന്റെ മുകളിൽ നമുക്ക് 1-2 മാർക്കൊക്കെ മിസ്സാവുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുകയാണെങ്കിൽ ഈ സീലിംഗിന്റെ പരമാവധി നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഈ ഒരു സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ടെക്സ്റ്റിനകത്ത് ഓരോ ചാപ്റ്റേഴ്സിന് ശേഷം വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സിലത്തെ അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഡിസ്ക്രൈബ് ദ ജേർണി ഓഫ് ടാൻ ലേ ആൻഡ് ഹെർ ഫാമിലി ഫ്രം വിയറ്റ്നാം ടു ഓസ്ട്രേലിയ. ടാൻ ലേയും ഫാമിലിയും വിയറ്റ്നാമിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വന്നിട്ടുള്ള ജേർണിയെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിൽ കാണുന്നുണ്ട്, അവർക്ക് 4 വയസ്സാവുന്ന സമയത്താണ് അവരുടെ മദർ, സിസ്റ്റർ, ഗ്രാൻഡ് മദർ തുടങ്ങിയവരുടെ കൂടെ ഒരു സ്മോൾ ബോട്ടിൽ അവർ കടൽ മാർഗം ഇങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. ഒരുപാട് റിസ്കി ആയിട്ടൊരു ജേർണി ആയിരുന്നു പറയുന്നുണ്ട്. അവിടെ ഈ ഒരു ഭക്ഷണം തികയാതിരിക്കുക, അല്ലെങ്കിൽ അസുഖം വരിക, അതിലെല്ലാം ഉപരി പൈറേറ്റ്സ് അല്ലെങ്കിൽ കടൽ കൊള്ളക്കാരെ ആക്രമിക്കും എന്നുള്ള ഒരു ഭയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അവർ ആ യാത്ര നടത്തിയതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം അവർ ഒരു ഓയിൽ റിഗിലെ ജോലിക്കാർ അവരെ രക്ഷിക്കുകയും പിന്നീട് അഭയാർത്ഥി ക്യാമ്പിൽ കുറച്ചു കാലം കഴിയുകയും കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഓസ്ട്രേലിയയിലേക്ക്, മെൽബണിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആ ചാപ്റ്ററിൽ കാണുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, അനലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സൈലന്റ് ചൈൽഡ്സ് എൻഡിങ് ആൻഡ് ഇറ്റ്സ് മെസ്സേജ് അബൌട്ട് ഡെഫ്നെസ് ആൻഡ് സപ്പോർട്ട്. ദ സൈലന്റ് ചൈൽഡ് എന്ന ഷോർട്ട് ഫിലിമിന്റെ എൻഡിങ്ങിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു എൻഡിങ്ങിൽ നമ്മൾ കാണുന്നത് ലിബിയെ വേറൊരു സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്ന സമയത്ത് ജോവാൻ്റെ അടുത്ത് ഇങ്ങനെ ഐ ലവ് യു എന്ന് സൈൻ ലാംഗ്വേജിൽ പറയുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു സൈൻ ലാംഗ്വേജിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക്, അതുപോലെ ആളുകൾക്ക് ഈ ഒരു സൈൻ ലാംഗ്വേജ് പറഞ്ഞു കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യവും അതിലൂടെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതിന്റെ പ്രാധാന്യവും എല്ലാമാണ് ആ ഒരു സിനിമയുടെ എൻഡിങ്ങിനകത്ത് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ സിനിമയുടെ എൻഡിങ്ങിൽ ട്രാജഡിയാണ് കാണുന്നത്. കാരണം ആ പാരൻസിന് അതിന്റെ പ്രാധാന്യം മനസ്സിലാവാതെ അതെല്ലാം ആ കുട്ടിക്ക് നിഷേധിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഒരു പബ്ലിക് സർവീസ് അനൗൺസ്മെന്റും ഈ സിനിമയുടെ അവസാനം നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് ഈ ഒരു സൈൻ ലാംഗ്വേജിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. ദെൻ ഡിസ്ക്രൈബ് അനുജ ചൗഹാൻസ് ട്രാൻസിഷൻ ഫ്രം അഡ്വർടൈസിംഗ് ടു റൈറ്റിംഗ് നോവൽസ്. അനുജ ചൗഹാൻ അഡ്വർടൈസിങ്ങിന് വേണ്ടി എഴുതിയിരുന്ന ഒരാളാണ്. അവർ നോവൽ എഴുതിയിരുന്നതിൽ ആ ട്രാൻസ്ലേഷനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നത് അവർ ആദ്യം ഈ അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻസിന്റെ സ്ക്രിപ്റ്റ് ആണ് എഴുതിയിരുന്നത്. അതിൽ തന്നെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള കുറേ അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു ട്രാൻസിഷൻ ചെയ്യുന്നതിന്റെ കാരണമായിട്ട് പറയുന്നത് ഈ ഒരു കൊമേഴ്ഷ്യൽ റൈറ്റിങ്ങിനകത്ത് ഒരു റിസ്ട്രിക്ഷൻ ഉണ്ട്. അവർക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്ന പരിമിതികളുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു മിനിറ്റിൽ ഒക്കെ വരുന്ന രീതിയിലാണ് പരസ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അത്രയും കുറച്ച് അവർക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ തന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള എഴുത്താണ്. അപ്പോൾ ഒരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എഴുത്തിന് എന്ന രീതിയിലാണ് അവർ ഈ ഒരു നോവലിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്നതൊക്കെ പറയുന്നു. അത്തരം കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ ആൻസറായിട്ട് പറയുന്നത്. ദെൻ how does the story portray Morton's wife and what impact does she have on Morton?
ഇനി മ്യൂച്വൽ ഡിസ്ട്രക്ഷൻ എന്നുള്ള ചാപ്റ്ററിനകത്ത് മോർട്ടന്റെ വൈഫിന്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കുന്നു. അത് അയാളെ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ടാണ് നമ്മൾ മോർട്ടന്റെ വൈഫിനെ സ്റ്റോറിക്കകത്ത് കാണുന്നത്. ഒരുപാട് ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുള്ള ഹൈ എക്സ്പെക്ടേഷൻസ് ഒക്കെയുള്ള ഒരാളായിട്ടാണ് മോർട്ടന്റെ വൈഫിനെ കാണുന്നത്. എന്നാൽ മോർട്ടൺ ആണെങ്കിൽ ഈ എക്സ്പെക്ടേഷൻസിനനുസരിച്ചിട്ട് സ്വയം ഉയരാൻ കഴിയാത്ത ഒരാളെന്ന രീതിയിൽ ഇങ്ങനെ ഇൻഎഡ്യൂക്കേറ്റ് ആയിട്ട് താനൊരു ഫെയിലിയർ ആണ് എന്ന രീതിയിലേക്കുള്ള ചിന്തകൾ അയാളിലേക്ക് ഉണ്ടാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്ട് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ തന്നെ ഐസൊലേറ്റ് ചെയ്യപ്പെട്ട് ഒറ്റപ്പെട്ടു പോകുന്ന രീതിയിൽ മോർട്ടൺ മാറുന്നതാണ് നമ്മൾ ആ സ്റ്റോറിയിൽ കാണുന്നത്. ദെൻ ഹൗ ഡസ് ദ ഫേസ് ഓഫ് ജൂദാസ് ഇസ്കാരിയോത്ത് പോർട്രേ ദി ഇന്നർ കോൺഫ്ലിക്റ്റ് ഓഫ് ജൂദാസ്. ഇനി ദ ഫേസ് ഓഫ് ജൂദാസ് ഇസ്കാരിയോത്തിനകത്ത് ഈ ജൂദാസിന്റെ ഇന്നർ കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് പോർട്രേ ചെയ്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ സ്റ്റോറിക്കകത്ത് നമ്മൾ കാണുന്നത് ജൂദാസിന്റെ പെയിന്റിങ്ങിന് വേണ്ടി മോഡലായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ആ പെയിന്റിങ് ഇങ്ങനെ പുരോഗമിക്കുന്ന സമയത്ത് വളരെയധികം ഇങ്ങനെ ടെൻഷൻ ആവുകയും ഡിപ്രഷൻ ആവുകയും സാഡ് ആവുകയും ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിന്റെ കാരണം അയാൾ വെളിപ്പെടുത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉണ്ണി യേശുവിന്റെ മോഡലായിട്ട് അയാൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ഒരാൾ വളർന്നു വന്ന് ഇപ്പോൾ ജൂദാസിന്റെ മോഡലാവുന്ന രീതിയിലേക്ക് മാറി എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, അതിലെ ഒരു കുറ്റബോധം, പശ്ചാത്താപം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അയാൾക്ക് ഇത്ര ഒരു മാനസിക സംഘർഷം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് യൂദാസിന്റെ ആ ഒരു സംഘർഷവുമായിട്ട് പാരലായിട്ട് വരും നമ്മൾ കാണുന്നുണ്ട്. യൂദാസിന് ഇതുപോലെ യേശുവിനെ ഒറ്റിക്കൊടുത്തതിന്റെ ഒരു കുറ്റബോധം, പശ്ചാത്താപം തുടങ്ങിയിട്ടുള്ള മാനസിക സംഘർഷങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഇയാളിൽ ഒരിക്കൽ നിഷ്കളങ്കനായിരുന്ന ഇയാൾ ഇപ്പോൾ ഈ യൂദാസിന്റെ മോഡൽ പോലെ ആയി എന്നുള്ള ആ ഒരു കുറ്റബോധവും പശ്ചാത്താപവുമാണ് ഈ സ്റ്റോറിക്കകത്ത് നമ്മൾ ഈ മോഡലിനകത്ത് കാണുന്നത്. അത്തരത്തിലാണ് ആ ഒരു സൈക്കോളജി അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ ഈ സ്റ്റോറിക്കകത്ത് അവതരിപ്പിക്കുന്നത്. ഇനി ലാസ്റ്റ് സെക്ഷനിൽ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് 10 മാർക്കിന്റെ. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ആൻസർ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കാണുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് അമീഷ് ത്രിപാഠിയുടെ ഒരു മെമ്മോറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫുഡ് എങ്ങനെയാണ് കൾച്ചറൽ ട്രഡീഷൻസും അതുപോലെ തന്നെ ലൈഫ് ലെസൺസ് ഒക്കെ ഇമ്പാർട്ട് ചെയ്യുന്നതിന് സഹായകമാവുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണുന്നുണ്ട് അവരുടെ ഫാമിലി ബോണ്ടിന്റെ ഘടകമായിരുന്നു. അതായത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അവരൊരു ഐക്യം ഉണ്ടാവുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കൾച്ചറൽ ആയിട്ടുള്ള ഫെസ്റ്റിവൽസിന്റെ ഭാഗമായിട്ടുള്ള ഫുഡ്, ഇപ്പൊ നമ്മൾ ഓണത്തിന് സദ്യ എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ ആഘോഷങ്ങൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടായിരിക്കും. ആ പദ്ധതിയിൽ ഈ ഒരു സാംസ്കാരിക പാരമ്പര്യമൊക്കെ ഫുഡിലൂടെ ഇങ്ങനെ അവർ പ്രിസർവ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ലൈഫ് ലെസൺസ്, അവർക്ക് കയ്പ്പയ്ക്ക ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷെ അവരുടെ അമ്മ അവരെ കൊണ്ട് നിർബന്ധിച്ച് കയ്പ്പയ്ക്ക കഴിപ്പിച്ചു എന്നുള്ളത്. അതായത് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ആഗ്രഹിക്കുന്നത് ലഭിക്കില്ല, നമുക്ക് ഉള്ളത് വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഭക്ഷണത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് ആ ഒരു എസ്സേയിൽ നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് പ്രിപ്പയർ ഫാമിലി ട്രീ അക്കോർഡിംഗ് ടു ദ റിലേഷൻഷിപ്പ് പോർട്രേറ്റ് ഇൻ കുമ്പളങ്ങി നൈറ്റ്സ് ആൻഡ് ലേബൽ ദ കണക്ഷൻസ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഈച്ച് റിലേഷൻഷിപ്പ് ഇൻഫ്ലുവൻസ് സ്റ്റോറി. കുമ്പളങ്ങി നൈറ്റ്സിനകത്തുള്ള ഫാമിലി ട്രീ ആണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്നത് സജിയും ബോണിയും ഡിഫറെന്റ് പാരൻസ് ഉള്ള ആളുകളായിട്ടാണ്. അവർ തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ഇല്ല. എന്നാൽ സജിയുടെ ഫാദറും ബോണിയുടെ മദറുമാണ് അതിൽ മറ്റു 2 ബ്രദേഴ്സ് ആയിട്ടുള്ള ഫ്രാങ്കിയുടെയും അതുപോലെ തന്നെ ബോബിയുടെയും പാരൻസ് ആയിട്ട് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന ഒരു ഫാമിലി സ്ട്രക്ചറാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ടെൻഷൻസ് അതുപോലെ തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ അവരുടെ ഇടയിലുണ്ട്. എന്നാൽ സിനിമ കഴിയുന്ന സമയത്ത് അവരെല്ലാവരും ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യുന്ന രീതിയിലാണ് വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ്റെ ഒരു സൂചന തന്നിരുന്നു. അതായത് നമുക്കൊരു ഫുഡ് റെസിപ്പിയുടെ ക്വസ്റ്റ്യൻ ചോദിക്കാനോ അല്ലെങ്കിൽ ഫിലിം റിവ്യൂവിൻ്റെ അല്ലെങ്കിൽ ബുക്ക് റിവ്യൂവിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൻ്റെ തന്നെ ബാക്കിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളിപ്പോൾ ടെക്സ്റ്റിലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. എങ്കിൽ തന്നെയും നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു സെക്ഷനിൽ അൺഫെമിലിയർ ആയിട്ടൊരു പാസേജ് വരുന്നു. അതിൽ നമുക്ക് ഇതുപോലെ ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു പോയോ തന്നിട്ട് അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നു. ബാക്കി ഈ പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ട് തന്നെ ചോദിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ അത് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചാൽ തന്നെ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം നന്നായി അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.